മോളെ കറിക്കെന്താ നമുക്കിന്ന്? അയില കറി വെച്ച് വെച്ചിട്ടുണ്ടമ്മ. അതാവും കൂട്ടു. അറിയില്ല. പിന്നെ വേറെന്താ വെക്കേണ്ടത്? പച്ചക്കറിയൊന്നും ഇല്ല എന്തായാലും അല്ല. എന്തെങ്കിലും ഒരു വെളുത്തുണ്ടാക്കിയെങ്കിൽ ഒരു വറവ് എന്തെങ്കിലും ആക്കിയെങ്കിൽ നല്ലതായിരുന്നു. എന്തായോ ഇൻട്രോട്ടിന്റെ പനി ഓർമ്മ? ഇപ്പൊ കൊഴപ്പില്ല, കുറഞ്ഞിട്ടുണ്ട്. വരാനായോ അമ്മയുടെ മുത്തേ? പനി ഓർമ്മണ്ടാടി? അച്ഛനെ വിളിക്കട്ടെ. ഹലോ, ഒപ്പം വരാനായാ? പിന്നെ കറിക്കൊന്നും കിട്ടിയിട്ടില്ല. അയിലാണ് കറി വെച്ചത്. വേറെ പച്ചക്കറിയൊന്നും ഇല്ല. എന്താക്കുവാ? ഉണക്കച്ചെമ്മീനില്ലോപ്പേ. ബിന്ദമ്മേന്റെ അടുത്ത് ഉണ്ടാന്നറിയില്ല. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. നോക്കാം. പനി ഇപ്പൊ ഇല്ല, പനിക്കുന്നില്ല. ഇവിടെയുണ്ട്. ശരി, ഓക്കെ എന്നാല്. അമ്മയില്ലേ, അമ്മാമ്മേന്റെ അടുത്ത് ചെമ്മീൻ ഉണ്ടാന്ന് നോക്കിട്ട് വരട്ടെ. ഇവിടുത്തെ വേമ്പേ അമ്മ. ഞാനില്ലേ ബിന്ദമ്മേന്റെ അടുത്ത് ഉണക്ക ചെമ്മീൻ ഉണ്ടാന്ന് നോക്കിട്ട് വരട്ടെ. അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓപ്പ പറഞ്ഞ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി അരച്ച് വെച്ചാൽ മതിന്ന്. വാഷിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്താൽ 3000 രൂപ കിട്ടും. പഴയത് കൊടുത്താല്. പുതിയത് മേടിക്കണമെങ്കിൽ 10,990, 17,990. നമുക്കൊരെണ്ണം വാങ്ങിക്കണം. നമ്മളത് കംപ്ലൈന്റ് ആയില്ലേ? നമ്മുടേത് കംപ്ലൈന്റ് ആയി, ശരിയാവണില്ല. കലക്കിട്ട് നോക്കാം നമുക്ക്. ഞാൻ മുടി കെട്ടിട്ടൊന്ന് പോയിട്ട് വരട്ടെ. എന്നാ വാ. ഇന്ദ്രു, അമ്മ വേഗം പോയിട്ട് വരാട്ടാ. അയ്യോ, അവ വരണ്ട. വാക്കുപ്പ ഇനിയല്ലേ ഈ വെയിലത്ത് വന്നാൽ ശരിയാവില്ല. അമ്മ വേഗം വരൂ. ഇവിടെ ഇരിക്കേ. ഇത് അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ അമ്മ, ഉണക്ക ചെമ്മീനുണ്ടാ വീട്ടിലുള്ളത്? അതെയാ, അമ്മയുടെ ഉള്ളത്? അവിടെ കട തുറന്നിട്ടില്ല? അതെയാ. എന്നാ ഞാൻ വരുന്ന അങ്ങോട്ട്. മറ്റേതില്ല പൊടി? കൊഴപ്പില്ല, ഒരു പാക്കറ്റ് മതി. എവിടെയുള്ളതമ്മ? അതെയല്ല, ഞാൻ വീട്ടിലോട്ട് വരട്ടെ. അടക്കണ്ട, എന്നാ വരുന്ന അങ്ങോട്ട്. ശരി എന്നാല്. അമ്മേ, ഞാനെന്നാ പോയിട്ട് ഉണക്ക ചെമ്മീൻ വാങ്ങിട്ട് വരട്ടെ. ശരി എന്നാല്. അപ്പൊ ഗൈസ്, എന്തായാലും ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരക്കാൻ വേണ്ടി പോയെന്ന്. അപ്പൊ ഒരു ചെറിയ വ്ളോഗും കൂടി എടുക്കാന്ന് വിചാരിച്ചു. ഒരു പ്രത്യേകതരം ഉണക്കച്ചെമ്മീൻ അമ്മേന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് കാണിച്ചും തരാം, കൂടെ ഒരു ചമ്മന്തി പൊടിക്കുന്ന വ്ളോഗും എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അമ്മേന്റെ അടുത്ത് പോയിട്ട് എന്തായാലും അമ്മേന്റെ അടുത്ത് പോയിട്ട് ഉണക്കച്ചെമ്മീൻ വാങ്ങിയിട്ട് വരട്ടെ. എന്നിട്ട് ബാക്കി കാണാട്ടാ. അമ്മയെല്ലാം ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ വേഗം പോയിട്ട് വരാം. ഞാൻ പോട്ടെ അമ്മ. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല കേട്ടാ. ഞാനൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരക്കുമ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ ഇവിടെ വെച്ചിട്ടെല്ലാം എടുത്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഓപ്പയില്ല. ഓപ്പ പോയിട്ടുള്ളത്. ഓപ്പ വരുമ്പോഴേക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയെല്ലാം പൊടിച്ച് വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വരട്ടെ. നല്ല വെയിലാണ് കേട്ടാ. ഈ വെയിലത്ത് ഞാൻ പൊരിഞ്ഞു പോകും. മഴ വന്നാൽ നല്ല മഴ, വെയിൽ വന്നാൽ നല്ല വെയിൽ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. നെല്ലെല്ലാം ഇതാ മൂർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അങ്ങോട്ടൊന്ന് നല്ലോണം കാണിച്ചു തരാം കേട്ടാ ഞാൻ. അപ്പം ഇതാണ് നമ്മുടെ നാട്, കാക്കത്തിരുത്തി.
ഞാനിങ്ങനെ നടന്ന് പോവേന്ന്. അപ്പം അമ്മേൻ്റെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം. വ്ളോഗ് വലിച്ച് നീട്ടി ഇങ്ങനെ ഇതാക്കുന്നില്ല, കാരണം ഞാനല്ലേ സംസാരിക്കുന്നത്. ഞാൻ ഒറ്റക്കാവുമ്പോൾ എനിക്ക് എന്താ സംസാരിക്കണ്ടേ, എങ്ങനെയാണ് സംസാരിക്കണ്ടേന്നൊന്നും അറിയില്ല. ഓപ്പ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. ഇങ്ങനെ ഓപ്പേൻ്റെ കൂടെ എന്തെങ്കിലും വളവളയെ പറഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ ഏട്ടാ. എന്താ ആ കാണുന്നതാണ് എൻ്റെ വീട്, അതല്ല ഏട്ടാ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്. അപ്പോൾ വീട്ടിലെല്ലാം ഉണക്കച്ചെമ്മീനുള്ളത് കടയിലാണ് ഉള്ളത്. അപ്പോൾ കടയിലേക്ക് പോകണം. ഇനിയും കുറേ നടക്കാനുണ്ട്. ഞാൻ നടക്കട്ടെ. കട അടച്ചാ? ഇന്നെന്താ നേരത്തെ അടച്ചത്? ഡോക്ടറെ കാണിക്കാനാ? കാലുവേദന കുറവില്ല അല്ലേ? അച്ഛനൊന്നും ലോട്ടറിയും കൊണ്ടുപോയിട്ടില്ല? ഞാൻ ചെമ്മീൻ എടുക്കാൻ വേണ്ടി. ഇത് മാഞ്ചി ചെമ്മീൻ അല്ലേ? അല്ല ഇതെങ്ങനെ ചമ്മന്തി അരക്കുവാ? നമ്മൾ സാധാരണ വറുക്കുന്ന എല്ലാത്ത ചെമ്മീനും ഉണ്ട്, മാഞ്ചി ചെമ്മീനും ഉണ്ട്. അപ്പൊ രണ്ടിലും നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ ചമ്മന്തി അരക്കാം. ഇത് ഈ മാഞ്ചി ചെമ്മീൻ ചമ്മന്തി അരച്ച ടേസ്റ്റ് ഉണ്ടാവും അമ്മേ? ടേസ്റ്റ് ഉണ്ടാവും. കറിയും വെക്കാം, നല്ല തേങ്ങ. ഇത് കറി വെച്ചാല് ഞാനിത് പൊട്ടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാട്ടെ. ഇത് കറി വെച്ചാൽ എന്ത് കാണാനാന്ന് ഇതിന്റെ ഭക്ഷണം കിട്ടൂല. ചെമ്മീന്റെ ഇതിൽ നല്ലത് ചെമ്മീൻ പൊടിച്ചിടുന്നതല്ലേ. അതിന്റെ അച്ഛനെന്താ പറഞ്ഞേ? രുചി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് തെരണ്ടിയുണ്ട്, മുള്ളനുണ്ട്. കടയടച്ചില്ലേ? ഒന്നും കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അമ്മ കടയടച്ച്. ഇനി വ്ളോഗ് എടുക്കുമ്പോ വരാം. ഇത് ചമ്മന്തി അരച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഓപ്പ എന്നോട് പറഞ്ഞു വിന്തമ്മേന്റെ അടുത്ത് ചമ്മന്തി പൊടി ചെമ്മീൻ വാങ്ങിയിട്ട് ചമ്മന്തി അരക്കെന്ന് പറഞ്ഞു. ഓപ്പ ഇപ്പൊ വരാന്ന് പറഞ്ഞാ പോയത്. അപ്പൊ ഇത് ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി അരച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറയും അമ്മയാണ് ഈ ചെമ്മീൻ തന്നത്, ഞാനല്ല ഉത്തരവാദി എന്ന് പറയും കേട്ടാ. അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീനാണത്. കുഞ്ഞു ചെമ്മീൻ കരിക്കാണ്ട് വറുത്ത് ചമ്മന്തി അരക്കണം എന്നാണ് അമ്മ പറയുന്നത്. വീട്ടിൽ പോയിട്ട് ചമ്മന്തി അരച്ചിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ. എന്നാലും അച്ഛാ പോട്ടെ, പോണ്ടതുകൊണ്ട് ഷോപ്പ് പോയിട്ടാണുള്ളത്. പെട്ടെന്ന് തീർന്നു കണ്ട അച്ഛന്റെ ലോട്ടറി പെട്ടെന്ന് തീർന്നു പോലെ വേഗം തീർന്നു. അവിടെ സന്തോഷായി. ലോട്ടറി ഒന്നും അടിക്കലില്ലേ? നീ എപ്പോഴെങ്കിലും അടിക്കൂ. എല്ലാവർക്കും ലക്ഷങ്ങള് ലോട്ടറി അടിച്ചിട്ട് നമുക്കൊന്ന് ട്രിപ്പ് പോകാൻ വേണ്ടിട്ട്. ഇവിടെ ഒന്നല്ല, ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ? ലോട്ടറി എല്ലാം അടിക്കാച്ച. ഇതിന്റെ ലോട്ടറി അച്ഛന് ചുരിദാറ് കൊള്ളാലോ. ഇതാര് ചുരിദാറ്? ഓൺലൈന് നല്ലുണ്ട്, രസമുണ്ട്. അപ്പൊ ഞാൻ ഇതെവിടെ പോന്ന്? ഇതാരാ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒറ്റക്ക് എന്നെ കൊണ്ടൊരു വ്ളോഗ് മുഴുമിപ്പിക്കാനോ ഒപ്പം വിടൂല അല്ലേ? ഞാനൊരു വ്ളോഗല്ലേ. അമ്മേന്റെ ഓട്ടോറിക്ഷ വന്നാ? കൊറേ ആളുണ്ടല്ലോ. എന്നാ പോയിട്ട് വാ. ചെമ്മീൻ ഇതെല്ലാം കിട്ടി. മാഞ്ചി ചെമ്മീൻ. അമ്മ ഞാനിപ്പോ വീണേനെ. അമ്മ 2 ചെമ്മീൻ തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഈ ചെമ്മീൻ ചമ്മന്തി അരച്ച അപാര ടേസ്റ്റ് ആയിരിക്കും ഞാൻ അമ്മ പറഞ്ഞത്. ഓപ്പിപ്പ എങ്ങോട്ടേക്കാ? വീട്ടിലേക്കാ? വീട്ടിലേക്കാക്കാം. പിന്നെ വേറെ ഇവളുടെ ഈ വ്ളോഗ് ഫോണൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. കട്ട് ചെയ്യണമെന്നില്ല, ഇത് മറ്റേ ഫുൾ ടൈം നോൺ സ്റ്റോപ്പ് ആണ്. ഓപ്പന്റെ പോലെ കട്ടിങ് കിട്ടിങ് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇതാണ് ഇത്രയും കാലം എടുത്തേല് നല്ല വ്ളോഗ് ഇതായിരിക്കും. ആയിക്കോട്ടെ, നല്ലതല്ലേ. എനിക്കത് ആഗ്രഹം. ഇവിടെ വ്ളോഗെല്ലാം എടുത്ത് പഠിച്ചിട്ട് വേണം എനിക്ക് ഫുൾ ടൈം ഇതെന്റെ ഫോണ്, എന്റെ ഫോണ്. അയ്യോ മറന്നു പോയേനെ. അച്ഛൻ വീട്ടിലേക്കാ? എന്നാ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നടന്നു വന്നോളാം.
എന്നാ അപ്പൊ അച്ഛനെ ബൈക്കുമ്പോ കൊണ്ടാക്കിയിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി അപ്പോഴേക്ക് ഞാനില്ലേ നമ്മളെ നാട് ഇങ്ങോട്ട് വരുമ്പോ ഇല്ലേ ഞാൻ വീഡിയോ എടുത്തില്ല അമ്മ കട അടക്കുന്നോണ്ട് ലോഡി വന്ന് ഞാൻ കണ്ടല്ലോ മൂർദ്ധ തന്നെ എന്റെ വ്ളോഗിൽ കാണിക്കണം പെട്ടെന്ന് ചമ്മന്തി അരച്ച് തരും ഉണക്ക ചെമ്മീൻ ചമ്മന്തി വേഗം അരച്ച് കഴിയും ഒന്ന് വറക്കുക മിക്സിയിൽ ഇടുക കറ പരിപാടി കഴിഞ്ഞു 4 മിനിറ്റ് ആയി ചാനൽ ഞാൻ എടുത്തച്ചാ ഇങ്ങോട്ട് വ്ളോഗ് ഫോർ ചാനൽ ഞാൻ എന്റെ സ്വന്തം എടുത്ത് നാറാത്ത് ശ്രീ ദുർഗാംബിക ക്ഷേത്രം ഞാൻ എന്റെ അച്ഛന്റെ കൂടെ വന്നു എന്റെ അച്ഛന് ലോട്ടറി അടിച്ചാലില്ലേ ഞാനും എന്റെ അച്ഛനും കൂടി ഇന്റർനാഷണൽ ഇല്ല അച്ഛനും മോളും മാത്രം അപ്പൊ അച്ഛൻ എന്തായാലും കോടികൾ ലോട്ടറി അടിക്കട്ടെ എന്നിട്ട് അയ്യോ ഇങ്ങനെയല്ല തിരിക്കട്ടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്നറിയാ അച്ഛാ അച്ഛനിപ്പൊ ഒരു 10-20 ലോട്ടറി എടുക്കുന്നു എന്നിട്ട് അച്ഛൻ ആ ലോട്ടറിയിൽ ഒരു 10-15 വിറ്റ് ഒരു 5 ലോട്ടറി ബാക്കിയായി 5 ലോട്ടറിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അച്ഛന് കോടിയോ ലക്ഷോ അടിക്കുന്നു അപ്പൊ രണ്ട് പൈസ ലോട്ടറി വാങ്ങിയിട്ട് ഇല്ല ഫ്രീ ആയിട്ടിരിക്കണ ലോട്ടറി കിട്ടിയിട്ട് അതിനടിച്ചിട്ട് ടൂർ വാങ്ങാത്തിരിക്കുന്ന മോള് ആ കണക്കിന് ഞാനുണ്ടല്ലോ അച്ഛനോട് ഞാൻ ഇപ്പൊ തന്നെ 2 ലോട്ടറി വാങ്ങും എന്നിട്ട് അതിലടിച്ചിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ ടൂർ പോകും അതിന് അച്ഛന് ഇപ്പൊ ലോട്ടറി തീർന്ന് അമ്മമാരില്ലേ അച്ഛനെയും കൂട്ടിയിട്ട് അതെ അല്ലേ ഇതാ കണ്ടെല്ലാം മൂർന്ന് കേട്ടാ നല്ലെല്ലാം മൂർന്ന് തുടങ്ങി അച്ഛൻ കയറുന്നുണ്ട കേറിക്കോ അച്ഛാ അച്ഛനൊന്ന് ഈ വണ്ടിയിൽ കയറുന്നതൊന്ന് കാണട്ടെ എല്ലാരും പറയും അച്ഛന് വയസ്സായോണ്ട് അച്ഛൻ ആ വണ്ടി കേറുന്നില്ലാന്ന് എന്താന്ന് അച്ഛനൊന്ന് കേറി നോക്കിയ ഞാനൊന്ന് നോക്കട്ടെ എന്നാ ഞാൻ പോട്ടെ എന്നാല് അച്ഛനെ പകുതിക്കാക്കി ഞാൻ പോയി എന്ത് സാധനല്ല ഞാൻ ഇനിയില്ലേ കൊറേ വെടിച്ചു നീട്ടി ചളാക്കിയിട്ടുണ്ട് ഞാൻ ഈ വ്ളോഗ് എന്തായാലും അറിയില്ല എല്ലാം കട്ട് ചെയ്ത് കളയുവാന്നറിയില്ല ഞാൻ അടിപൊളിയാക്കിയിട്ടാണ് വ്ളോഗ് എടുത്തത് വീട്ടിലെത്തുന്നതോടുകൂടി ഞാൻ ക്യാമറ ഓപ്പൊക്കെ കൈമാറും ഇല്ല ഞാൻ എനിക്ക് ചമ്മന്തി ഇറക്കുന്നതെല്ലാം ഒന്ന് കാണിച്ചാൽ മതി അല്ല ഓപ്പ ക്യാമറ പിടിച്ചാൽ മതി ഓപ്പ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അറിയോ ഓപ്പക്ക് അതെല്ലാം അങ്ങനെ തന്നെ ഒന്നും കട്ട് ചെയ്യരുത് കേട്ടാ ഒന്നും കട്ട് ചെയ്യരുത് എല്ലാം അതുപോലെ ഇടണം ഞാൻ എത്ര കഷ്ടപ്പെട്ട ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് ഞാനും അമ്മ കണ്ടന്റ് എല്ലാം ആക്കിയിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് അറിയോ ചെയ്യുമ്പോ നോക്ക് ഈ വ്ളോഗ് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യണം ഇത്രയും കാലം വെറുപ്പിക്കുന്നുണ്ടല്ലേ അയ്യോ ഇത്രയും കാലം എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല വ്ളോഗാണ് ഇത് ഞാൻ ഇടുന്ന അർത്ഥം വരെ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ എല്ലാവരും ഇവിടെ വരെ ഇറക്കുന്നതാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും നിയമം ബാധകമാണ് അതെ ബാധകമാണ് അച്ഛനത് അങ്ങെത്തി കണ്ട അച്ഛൻ വീടെത്തി അപ്പൊ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം ബാക്കി അച്ഛൻ ഇവിടുന്ന് ഇങ്ങോട്ടേ കാല് കാണിക്കാൻ വേണ്ടി അത് കൊറേ ആൾക്കാരുണ്ട് അടുപ്പട്ടേന്ന് ശാന്തപ്പറ്റമ്മ എല്ലാവർക്കും കാല് വേദനയോ ഉത്തരവാദിത്തം അവരെനിക്ക് ഒന്ന് കാല് കാണിക്കാനല്ല വന്നു അവര് ഓട്ടോ പിടിച്ച് എൻജോയ് ചെയ്യാൻ പോകുന്നതാ അവര് പോയിട്ട് വരട്ടെ സ്വാഗതം വീട്ടിലെത്തി വീഡിയോ മൊത്തം ശരിക്കും ഞാൻ ആർമാദിച്ച് ആഹ്ലാദിക്കുന്നു അറിയില്ലേ ഇനി ഒന്നും കാണിക്കാൻ ബാക്കിയില്ല ഈ വ്ളോഗ് നിങ്ങൾ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടാ എന്നിട്ട് നിങ്ങൾ വളർന്നു വരുന്ന ഒരു വ്ളോഗറെ നിങ്ങൾ വളർന്നു വരുന്ന ഒരു വ്ളോഗറെ പ്രോത്സാഹിപ്പിക്കണം അല്ല ഞാൻ ഇത്രയും കാലം ഓപ്പൻ അല്ല മറ്റേ വാഴ നനഞ്ഞ ചീരക്കും വളർന്നു പറയുന്നവരാ ഓപ്പൺ നനയുമ്പോ കൂടെ നനഞ്ഞല്ലേ Yeah.
കിളി കാഷ്ടിച്ചിട്ട് അമ്മ മതില് കഴിക്കും. കിളിക്ക് അപ്പിടാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. കിട്ടിയില്ല, നമ്മളെ മതിലാന്ന് കിട്ടിയത്. ഇത്ര നീളത്തിൽ അപ്പിട്ട കിളിയാണോ? അറിയില്ല. കിളിന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇതാ ക്യാമറ ഞാൻ ഓപ്പക്ക് കൈമാറുന്നു. ശരിയാവും. നിങ്ങ രാവിലെ തുടങ്ങിയ വ്ലോഗല്ലേ ഇത്? നിങ്ങൾ രണ്ടാമത് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ രണ്ടാമത് അവസാനിപ്പിക്കണം. അങ്ങനെയൊന്നുമില്ല. ഓപ്പനെ കണ്ടാൽ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണാന്ന്. ഓപ്പ പിടിച്ചാ എനിക്ക് ഭയങ്കര കൈവേദന അല്ലെങ്കിൽ ക്ഷീണാന്ന്. ഇതൊന്നും ഞാനിത് കൊടുക്കുന്നത്. ഇത് നോക്ക്, 9 മിനിറ്റ് ഇത് മാത്രം എടുത്തു വെച്ചേനവള്. ഇതെന്ത് ചെയ്യാനാടി ഇത്? ഓപ്പ ഒന്നും കട്ട് ചെയ്യണ്ട, എല്ലാം കിട്ടും. ഇത് ഇവിടുന്ന് പിടിച്ചപ്പോ തൊട്ടേ അങ്ങ് വരെ സ്റ്റോപ്പ് വെക്കിയിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഞാനില്ലേ മുത്തേ അച്ചോട് പൊന്നും കെട്ട വന്നടിയോ അച്ചോട് മോന് പനിയാണ് അടി മുത്തേ. ഇതില്ലേ ഇതില് എന്ത് തെറി കേട്ടാലും പനിയുണ്ട് ഓട്ടോ അച്ചോട്ട്. ആ ഇപ്പൊ പനിയില്ലല്ല, മരുന്ന് കൊടുത്തില്ല നീ? മോൻ ഇന്നലെ പെട്ടെന്ന് പനിയായിപ്പോ സ്കൂളിൽ ടീച്ചറെ വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് മോനെയും കൂട്ടി വന്നതാ. എന്നിട്ട് പോയി ഡോക്ടറെല്ലാം കാണിച്ച് മരുന്നെല്ലാം പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല. ആദ്യമായിട്ട് അമ്മ വ്ലോഗ് എടുത്തിട്ട് നാട്ടുകാരെല്ലാം അറിഞ്ഞു ആ ഒരു പ്രശ്നം. നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ഇതിലേക്ക് പോയ ആൾക്കാരെല്ലാം ഈ വ്ലോഗിലുണ്ട്. ക്യാമറ ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ അപ്പുറത്തെ ആൾക്കാർ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ആളിലൊക്കെ ഞാൻ നോക്കുമ്പോ ഏതോ വഴിക്കൊക്കെ ഓടുന്നുണ്ട്. കുറെ പേരൊക്കെ ക്യാമറ കാണാൻ താല്പര്യമില്ലാത്തവരല്ലോ. 3-4 വർഷം ഇനിയെന്താ പഠിക്കാനുള്ളത്? ഞാൻ ഇത് ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരക്കാൻ വേണ്ടി പോലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ. എല്ലാം കാണാൻ താല്പര്യമില്ല. ഞാനിത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരക്കുന്നതല്ലേ വ്ളോഗല്ലേ? അന്ന് വാ ഒക്കെ കാണിച്ചു പ്ലീസ്. ഇത്രയും നേരം ക്യാമറ വെച്ചിട്ടാണ് വ്ളോഗ്. എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണേ? അച്ഛൻ എന്ത് പ്രശ്നമാക്കിയത്? അമ്മ പാവല്ല, ആദ്യമായിട്ടല്ലേ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. റെക്കോർഡൊക്കെ ഇല്ല. ഇതാ 10 മിനിറ്റ് ഇപ്പൊ തന്നെയായി. കേറി അകത്തോട്ട് ഇറച്ച വരുന്നു. ഇല്ലില്ല, ആ ചെല്ലി അതായിരുന്നു. ഇന്ന് ഇവിടെ പ്രശ്നം നടക്കും. ഇന്ന് 2-1 തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ. ഇത് അങ്ങനെ ഇതാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാനൊരു ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനിപ്പോ കാണുന്നത്. അതല്ല ഓപ്പിങ് വാ. ഓപ്പം മിണ്ടി പോവരുത്. ഓപ്പ ഇങ്ങോട്ട് വാ. സത്യം പറഞ്ഞോ, ഏത് പെണ്ണിനെ ബൈക്ക് കയറ്റിട്ടാണ് പോയത്? ഏത് പെണ്ണിനാ ഹെൽമെറ്റ് ഇട്ട് കൊടുത്തത്? ഏത് പെണ്ണിനാണ് ഈ ഹെൽമെറ്റ് ഇട്ട് കൊടുത്തത്? ഇതാ സിന്ദൂരം. വേഗം പറഞ്ഞോ. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. പറ കുട്ടിയല്ല എന്തെന്തോ മോനെ കണ്ട പോലെ പറയുന്നല്ല. ഇതെങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല സിന്ദൂരം. ഓപ്പ ഷോപ്പിലല്ല പോയത്. ഈ ഹെൽമെറ്റ് ഇന്നലെ അമ്മ വടക്കര പോയപ്പോ ഇട്ടിട്ട് പോയിട്ടുണ്ടായി. അതുമ്പോ സിന്ദൂരായത് എന്റെ ഇവിടെ വിശ്വസിക്കാൻ തോന്നാനുള്ള ഷോപ്പില് CC ക്യാമറ വെക്കണം. അവിടെ എനിക്കൊരു സമാധാനമുള്ളൂ. അതും കൂടി ഇല്ലാണ്ടായി. ഇന്ന ക്യാമറ പിടിക്ക്. ഇതെല്ലാം ഇവിടെ കുത്തി വെച്ചിട്ടല്ല ഞങ്ങൾ എടുത്ത ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. ഓപ്പനെ ഞാൻ ഫോൺ വിളിച്ചിട്ടില്ലേ? ഞാൻ ഫോൺ വിളിച്ചിട്ടില്ലേ? രാവിലെ പറഞ്ഞില്ലേ ഞാൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി അരക്കുന്നുണ്ട്. സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഓപ്പനെ വിളിച്ചത് ഫോണ്. ഒരു ദിവസം ഞാനിവിടെ മാറുമ്പോഴേക്കും പിന്നെ ഞങ്ങള് വ്ളോഗ് എടുക്കും. എന്താ ഞങ്ങക്ക് വ്ളോഗ് എടുക്കുന്നതിന്? അപ്പൊ ഫസ്റ്റ് കണ്ടു നോക്ക്. ഫുൾ സ്ക്രിപ്റ്റഡാ. ഇതോടെ നിങ്ങൾ പറയരുത് എനിക്കോടെ വ്ളോഗിങ് നിർത്താൻ വേണ്ടിട്ട്. എന്റെ സൗണ്ട് ഭയങ്കരാന്ന് കൊറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അല്ലേ ഒപ്പേ? ആയതുകൊണ്ട് സത്യമായിട്ടായിരിക്കും. സിന്ദൂരം മയക്ക് ഇതെല്ലാം വെച്ചിട്ടായിരിക്കൂലോ ഓപ്പ ഷോപ്പിൽ അവിടെയെല്ലാം പണിയെടുക്കാനെല്ലാം പോയത്. ആൾക്കാരെ ഓപ്പനെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും അമ്മപ്പ? ഉണക്കച്ചെമ്മീൻ വളക്കുന്നുണ്ട് ഇപ്പൊ. എല്ലാം കൂടി എന്റെ മേത്തായിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ എല്ലാം കൂടി. പോ ചെല്ലി. എടി ചമ്മന്തി അരക്കാൻ വേണ്ടി പറഞ്ഞ് നീ ഇവിടെ വന്നിരുന്ന് കലണ്ടർ നോക്കിയാണ്. എന്താ സംഭവം? നിങ്ങളൊന്ന് മാലിടിപ്പിച്ച് മലക്കോട്ട് പോകാൻ വിചാരിച്ച ഇവർക്ക് ഞാൻ എന്തിനും ഇപ്പൊ മാലയിട്ട് മലക്ക് പോവാൻ വേണ്ടിട്ടാണ് വിളി പറയുന്നത് സംഭവം. ഞങ്ങള് എന്താന്നറിയോ മാലയിടം പറയുന്നേ? അമ്മക്ക് ഇഷ്ടമുള്ള സാധനം അമ്മക്ക് തന്നെ
വെറുതെ കുത്തിയിരിക്കാം. ഒന്നും ആക്കണ്ടെന്നാ. എനിക്ക് പണിയാണ്, നിങ്ങൾ മാറിയിട്ടാൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നറിയാം. ഇവിടുന്ന് മാറി താമസിക്കണം, പച്ചക്കറിയെ വെക്കാൻ പാടുള്ളൂ, രാവിലെ എഴുന്നേക്കണം. അപ്പൊ എനിക്ക് ക്യാമറ എന്റെ കയ്യിൽ അങ്ങോട്ട് തന്നിട്ട് ഇവിടെ ചമ്മന്തി ആക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ ഐശ്വര്യമായി അച്ഛന്റെ കയ്യിൽ ക്യാമറ തന്നു. അതെ, ഐശ്വര്യമായി അങ്ങോട്ട് തന്നു. പനിയൊന്നുമില്ലല്ലോ, നാളെ സ്കൂളിൽ പോയിക്കോളണം. ഒരു പനിയില്ല, നാളെ അതെ എന്നാ പോയി കിടക്ക്. അടി ഇത് ഈ എന്താ നമ്മുടെ ഹസ്ബൻഡിന്റെ പേര്? മാജിച്ചെമ്മീനില്ലേ? ജയാമ്മയോട് ഉണക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേനോട് എടുക്കാൻ വരാൻ പറയുന്നുണ്ട്. നല്ല കളറുണ്ടല്ലോ ചെമ്മീൻ, അവിടെ പോകുമ്പോ എടുക്കാം. അതെ, ഇത് നമ്മുടെ സാധാ ചെമ്മീനല്ലേ? ഇതെല്ലാം കളഞ്ഞതല്ലേ? നീക്ക് സുഖമായി എല്ലാം കളഞ്ഞതാന്നത്. അത് അമ്മക്ക് ചെലപ്പോ ലാസ്റ്റ് വന്നത് ഇതാക്കിയ തീർന്നിട്ടുണ്ടാവും ചെമ്മീൻ, അതാണ്. എന്നാ എനിക്ക് ചമ്മന്തി ഇറക്കട്ടെ കൈ അത് ഓക്കെ. ഓപ്പേ അയില പൊരിക്കണം. അപ്പൊക്ക് നീല പറഞ്ഞ കറി വെച്ച് വെച്ചില്ല, 2 അയില കറി വെച്ച് വെച്ചിട്ടുള്ളൂ, ബാക്കി 3 ഉണ്ട് പൊരിക്കാൻ വേണ്ടിട്ട്. നല്ല അയിലയാ? ആളുണ്ടായിട്ട് പണിക്കോയിട്ട് കൊണ്ടുവന്ന അയില, നല്ല അടിപൊളിയായിരിക്കും, ഫ്രഷ് അയിലായിരിക്കും. എന്താ എടുക്കട്ടെ, എന്നാ എടുത്ത് പൊരിച്ചിട്ടുണ്ടോ? നോക്കട്ടെ, അയില പൊരിച്ചത് വേണ്ടി വന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നല്ലേ ഇപ്പൊ? വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കല്. മീൻ വെച്ചാല് മീൻ വെച്ചാ മീനിന് ആ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവൂല, ഇതാവൂല എന്ന് പറഞ്ഞേക്കാം. എനിക്കറിയില്ല കേട്ടോ അമ്മയാണ് വെച്ചത്. അല്ല അങ്ങനെ ഞാനത് ഇതിനകത്തൊക്കെ കണ്ടിരുന്നു, വീഡിയോസിലൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ടേസ്റ്റ് മീനൊക്കെ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോ ടേസ്റ്റ് മാറൂലേ? ആ ടേസ്റ്റ് മാറാതിരിക്കാൻ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തെപ്പടി ഫ്രീസറിൽ വെച്ചാൽ വെള്ളം കട്ട പിടിച്ച് ഐസും കട്ട ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് മീന് ടേസ്റ്റ് മാറൂല. നല്ല നമ്മുടെ തന്നെ മുളകാട്ടാ, കാന്താരി മുളക്. ഇത് ഈ ചെമ്മീൻ നമ്മളെ മീനില്ല ശരിക്കും വാങ്ങി ഉണക്കിയതല്ലേ? മൊത്തം പുറത്തെ ഐറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആനന്ദേട്ടൻ കൊണ്ടുവന്ന അയില, ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് കൊണ്ടുവന്ന അയില, ഇവളുടെ അമ്മ ഉണക്കിയ മാമ കൊണ്ടേ കൊടുത്ത ചെമ്മീൻ, നമ്മുടെ വീട്ടിലെ കാന്താരി, നമ്മുടെ സ്വന്തം രാമേട്ടന്റെ പറമ്പിലെ. ഒരു കോൾ, ഒരു സെക്കൻഡ്. ഹലോ, ഡോക്ടർ വന്നിട്ടുണ്ടല്ലേ? ഇന്നാ നാളെ അല്ലേ? ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ എത്തിക്കോളാം, ഞാൻ നോക്കട്ടെ. വരാം. നാളെ വരാം. അല്ലടി, പല്ലിന്റെ ഡോക്ടറില്ലേ നമ്മുടെ മുഹമ്മദ് ഡോക്ടർ, നാളെ നിന്റെ പല്ലിന്റെ കാണിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കമ്പി എടുക്കുമല്ലേന്ന് അറിയില്ല, ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ വിളിച്ചതിനല്ല, എന്റെ പല്ലും കൂടി ഒന്ന് ഞാൻ ശരിയാക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്റെ പല്ലിന് കമ്പിടാനല്ല, എന്റെ പല്ലിന് ഈ ഗ്യാപ്പ് കണ്ട, ഗ്യാപ്പ് ഉണ്ട് കണ്ട, അത് ഇങ്ങനെ ഗ്യാപ്പ് അടക്കാൻ അമ്മേന്റെ പല്ലിന്റെ അമ്മേന്റെ പല്ലിന്റെ ഗ്യാപ്പ് അടച്ചാൽ മാത്രം പോരാ, അമ്മേന്റെ പല്ല് കമ്പി ഇടണം. ആരല്ലോ പറയണ്ടായിരുന്നു അമ്മേന്റെ പല്ല് കമ്പി ഇട്ടേ പല്ലിന്. പക്ഷെങ്കിൽ അമ്മക്ക് ഇപ്പൊ 60 വയസ്സായി. ഇനി 2 പല്ലൊക്കെ എടുത്ത് 60 വയസ്സൊന്നുമല്ല, പക്ഷെ 2 പല്ലൊക്കെ ഇളക്കി പറിച്ച് കമ്പിയൊക്കെ ഇട്ട് വരുമ്പോ കുറച്ച് വേദന സഹിക്കാനുണ്ട്. പല്ലിന് എടുക്കേണ്ടി വരില്ല, ഗ്യാപ്പ് ഇല്ലാത്തവർക്കാണ്. കാണിക്കണം, വെറുതെ നമുക്ക് കാണിച്ചാലോ? ചെലപ്പോ ചേഞ്ച് ആവും, ഭയങ്കര ഇതാവും ചെലപ്പോ. സീരിയസ്ലി കാണിച്ചാലോ നമുക്ക്? നാളെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് പോവാ. നാളെ നമ്മുടെ ഒപ്പം വാ. നമുക്ക് വെറുതെ നോക്കാം. നാളെ വാ നമ്മുടെ ഒപ്പം. നോക്കി നോക്കാലോ നമുക്ക് പല്ലിന്റെ? നോക്കാമേ കേട്ടാ? നാളെ നോക്കട്ടെ, നമുക്ക് അമ്മേന്റെ വല്ല കുടുംബപരമായിട്ട് മൊത്തം പല്ല് ശരിയാക്കി. അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറാ. സ്കൂളിൽ പോണാ? ഇതെല്ലാം കൂട്ടിയിട്ട് കല്ലുമ്പലിട്ട് ഇറക്കുന്നേ.
കല്ലുമ്മലായിട്ട് അരക്കുന്നത് എനിക്കറിയാം. ഞാൻ അതാ ചമ്മന്തി അരക്കാൻ ഇവിടെ നിൽക്കാത്തത്. ഞാൻ കല്ലുമ്മലായിട്ട് അരക്കൂല, എനിക്ക് അമ്മിമ്മേല അരക്കാൻ അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും കല്ലുമ്മലിട്ട് ഇറക്കുന്ന ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ആ കല്ലുമ്മ ലേശം ചോറ് ഇട്ട് വടിച്ചങ്ങ് തിന്നണം. നമുക്ക് അങ്ങനെ ആക്കിയല്ലോ. അങ്ങനെ വേണ്ട. ഇപ്പൊ ഞാൻ അരക്കൂലേ, എന്നെ കൊണ്ട് ഞാൻ രാജി വെച്ച് മിക്സിയിൽ അരച്ചിട്ട് തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാ മതി. കല്ലില്ലാതെ കൂടെ കല്ല് വിറ്റി കല്ലുമേലിങ്ങനെ നീട്ടി അരക്കും. നല്ല രസമാണ്. എനിക്കിഷ്ടമാണ്. എന്നാ കല്ല് മരച്ചാലോ നമുക്ക് ചമ്മന്തി? എന്നാ അമ്മരക്കോന്ന് അമ്മരക്കോടി അമ്മരക്കട്ടെ എന്നാ കൊടുക്ക് കല്ലുമരക്ക. വാ 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 വാ. ഒരു കല്ലുമ്മ ചമ്മന്തി വേറെ ടേസ്റ്റാ. കൊറേ ചെമ്മീനായ ടേസ്റ്റ് ഉണ്ടാവൂല. അല്ല ഇത് അത്യാവശ്യം നിങ്ങക്ക് ആവശ്യമുള്ള ചെമ്മീൻ എടുത്താൽ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. വേഗം കരിയും കേട്ടാ. കരിയാണ്ട് മൊരിയാണ്ട് വറക്കണം എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. ഇത് കരിഞ്ഞിട്ട് നീ ചമ്മന്തി ആക്കിയിട്ട് കാര്യമില്ല. അവസാനം പണി വന്നെത്തിയത് അമ്മക്കാണ് ഗൈസ്. ഇവിടെ കല്ലൊന്നും നമ്മൾ ഉപയോഗിക്കല് കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് കല്ലൊക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട് അമ്മ. പക്ഷെ ഇത് പൊക്കി വെക്കണം. പക്ഷെ കുറച്ച് താമസമുള്ള അമ്മയുടെ നടു പോകുന്നു. കുഴപ്പമില്ല, ഞാൻ അരച്ചു തരാം. കുറച്ച് അരിച്ചു തരാം, ഞാൻ അരച്ചു തരാം. നീ അരച്ചൊന്നും തരണ്ട. കല്ല് മഴക്കൊന്നുമില്ല, കല്ലൊക്കെ നല്ല മൂടിയൊക്കെ ഇട്ടേക്കണോണ്ട് എന്നാലും ഇപ്പൊ ഒന്ന് കഴുകണല്ല മതി. ഓക്കെ, എനിക്ക് കരിയായ മണം വരുന്നുണ്ടേ. അല്ല സ്മെല്ല് രാജിക്കത്ത് അങ്ങോട്ട് കൊടുക്കില്ലേ? എനിക്ക് ഇറങ്ങുന്നില്ല, പുറത്തോട്ട് ഇറങ്ങാ. അതിൽ തന്നെ ഇട്ടാ കരിഞ്ഞു കേട്ടാ, ഉറപ്പാന്നേ. പാത്രം മാറ്റിക്കേ, കരിഞ്ഞ മണം വരുന്നുണ്ട്. എന്നാമേ എന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം റെഡി. ചമ്മന്തിയുടെ അരച്ചോ, കല്ല് മുണങ്ങി. ചെല്ലി അതാണ് നല്ലത്. കല്ലുമ്മലിട്ട കല്ലുമ്മല അരച്ച ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിട്ടുണ്ടല്ലോ, കല്ലുമ്മല അരച്ച ചമ്മന്തി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ രുചിയായിരിക്കും ഗൈസ്. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ മിക്സിയിൽ അരച്ചാൽ ഒന്നും കിട്ടൂല. ഇതെല്ലാം നാച്ചുറൽ ഐറ്റാണ്. നമ്മുടെ സ്വന്തം ചെമ്മീൻ, സ്വന്തം കാന്താരി എല്ലാം. എന്തുവാടി ഞാൻ അരക്കാലി, ഞാൻ ഒരു സ്ത്രീകളെ അടിമാക്കിയിട്ടില്ല. ഞാൻ പണിയെടുക്കണം നമ്മള്. എന്ത് പണി? മിക്സിയിൽ അരക്കുന്ന ചമ്മന്തി സൂപ്പർ ചമ്മന്തി ഇനി മുതൽ നിങ്ങൾ ആണുങ്ങൾ പഠിക്കണം. എന്റെ അമ്മേ, ഇപ്പൊ എന്തെല്ലാം കേക്കണം ഇവിടെ. അമ്മ ഞാൻ നിന്നോടതെല്ലാം അരക്കണ്ടെന്ന് പറഞ്ഞേ. അമ്മ അരക്കുന്നുണ്ടല്ലോ. അപ്പോ അല്ല ഞാൻ അരച്ചോളൂ. ആ കണ്ട അമ്മ അരച്ചേരോടി. എത്രയായാലും മാതൃസ്നേഹം എന്ത് ചെയ്യാൻ പറ്റും. ഞാനത് മുതലെടുത്ത്. മാതൃസ്നേഹം ഞാൻ മുതലെടുത്തി. മാതൃസ്നേഹം ഞാൻ മുതലെടുത്ത്. ചമ്മന്തി ചേർക്കട്ടെ ഗൈസ്. ആ മോനെ നല്ല മണം വരുന്നില്ലേ? കാന്താരി മുളകും ഉള്ളിയും പുളിയും കൂടി അങ്ങോട്ട് ചതക്കുമ്പോ വരുന്നൊരു മണം ഉണ്ടല്ലോ. നിങ്ങക്ക് അവിടെ കിട്ടുന്നുണ്ടാവും ഈ വീഡിയോയിലൂടെ. അത്ര മണം വരുന്നേ ഗൈസ്. കൊതിയായി പോന്നു, വായിൽ വെള്ളം വരും. ഞാൻ സംസാരിക്കുമ്പോ വായിൽ വെള്ളം വരും. തേങ്ങ വെച്ചു. തേങ്ങ ഞാനൊന്ന് അങ്ങോട്ട് മാറിയപ്പോക്കെ അമ്മ തേങ്ങയെല്ലാം കല്ലുമ്മലിട്ട് ചമ്മന്തി ആക്കാൻ തുടങ്ങിയടി. ആ ഈ കണക്കിന് ചമ്മന്തിയുടെ റെഡിയാനെ കാണിക്കാൻ പറ്റില്ലായിരുന്നു വീഡിയോയിൽ. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്. ആ നീ ഒരു കാര്യം രണ്ട് കാര്യം ചോദിക്കടി. അമ്മ കൊടുക്കും, ഞാൻ അമ്മ കൊടുക്കും. അതൊന്നും പറഞ്ഞ കാര്യമില്ല. ചമ്മന്തി കല്ലുമ്മൽ അരച്ചതിലാണ് അതിന്റെ രുചി. പോടി നടന്ന് ജനലിക്ക് എത്തി നോക്കുന്നവള്. അതിലൊന്നും കൂടൂല, എല്ലാം കറക്റ്റ് ആയിരിക്കും. അതൊന്നും പറഞ്ഞ കാര്യമില്ല. എത്രയായാലും അത് മറ്റേ ഇതീ പറഞ്ഞല്ലോ, ATM കാർഡില് നീ മറ്റേ കാർഡ് ഇട്ട് കഴിയുമ്പോ കിട്ടുന്ന പൈസ ആരതാ എന്ന് പറയുന്നല്ല. ATM കാർഡിന്റെതോ നിന്റെതോ ആരതാ? അപ്പൊ ഒരു കാര്യം പറയാ, ലാസ്റ്റ് നീക്കിന്റെ അടുത്ത് കൊടുക്ക ഈ കല്ല്. അപ്പൊ
അവക്ക് കിട്ടിക്കോട്ടെ ക്രെഡിറ്റ്. ആർക്കായാലും കുഴപ്പമില്ല, എനിക്ക് ചമ്മന്തി കിട്ടിയാൽ മതി. നമുക്ക് ഒരു കുഴപ്പമില്ല. ചമ്മന്തി കിട്ടട്ടെ. പക്ഷെ ഇതും പറഞ്ഞിപ്പോ അമ്മായിയമ്മ മരുമോളും കൂടി തെറ്റാനൊന്നും പോണില്ല. അതെ. അപ്പൊ ഇത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ, ഇനിയിപ്പോ ഈ മാച്ചി ചെമ്മീൻ മാച്ചി ചെമ്മീൻ മാഞ്ചി ചെമ്മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സാധാ ചെമ്മീൻ അരച്ചാലും ടേസ്റ്റ് ആണ്, വേഗം വാങ്ങി അരച്ചോ. പക്ഷെ ഈ മാഞ്ചി ചെമ്മീൻ കിട്ടുമെങ്കിൽ അത് അടാറ് ടേസ്റ്റ് ആണ്. തേങ്ങ എല്ലാം അരച്ച് കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ, മാഞ്ചി ചെമ്മീൻ കേട്ടാ. മാഞ്ചി ചെമ്മീൻ ഉണക്ക നല്ല അടിപൊളി ചെമ്മീൻ ഫ്രഷ്. ഇതങ്ങടെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഒരു അങ്ങടെ അരക്കുക. എന്റെ മോനെ, എനിക്ക് പച്ചമാങ്ങ ഇഷ്ടമല്ലടി. എനിക്ക് പച്ചമാങ്ങ ഇഷ്ടമല്ല. എനിക്ക് പക്ഷെ അങ്ങനെ എനിക്ക് ഇതാണ് ഇഷ്ടം. പക്ഷെ ഏറ്റവും രസം മാങ്ങയാണ്. ഓഹ് എന്റെ അമ്മേ, ഇതെന്നെ കണ്ടിട്ട് ഇങ്ങനെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ഇതും കൂടി ഒരു പിടിക്കണം മോനെ. ഈ മിക്സിയിൽ അരക്കുമ്പോ അറിയോ ഫുള്ളായിട്ട് അങ്ങടില്ലേ പൊടിഞ്ഞു പോവും. അപ്പൊ അതിന്റെ ഒരു ഇത് പോവും. പക്ഷെ ഇതിങ്ങനെ ആകുമ്പോ കറക്റ്റ് ചമ്മന്തി എന്ന് പറയുമ്പോ അതൊരു ഇങ്ങനെ അവിടെ കിട്ടണം. ഉപ്പ് നോക്കിയേ. വേണ്ട, ഞാൻ കലയിൽ തിന്നണെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യ, സ്നേഹനിധിയായ എന്റെ ഭാര്യ ചോറിലായിട്ട് ഉപ്പെല്ലാം കറക്റ്റ്. അതിന്റെ ക്രെഡിറ്റ് ഞെക്കിക്ക്. ചമ്മന്തിയും കല്ലിലരച്ചതിന്റെ ക്രെഡിറ്റ് അമ്മക്ക്. ഇത് തിന്നതിന്റെ ക്രെഡിറ്റ് എനിക്ക്. ഓ അടാറ് ടേസ്റ്റ്. ആഹാ, നല്ല ടേസ്റ്റ്. കല്ലിലങ്ങ് ഇട്ടിട്ട് പിടുത്തം പിടിക്കാനുണ്ട് ഞാൻ. ഏത് സമയത്താ എനിക്ക് നീ കിട്ടല്ലേ തട്ടല്ലേ? ഏത് സമയത്താ എനിക്ക് ചമ്മന്തി അരക്കാൻ പറയാൻ തോന്നിയെന്ന് മതി. കൊറേ ടേസ്റ്റു. ഇന്ദ്രോ വേണ്ട, കുറച്ച് ചമ്മന്തി അകത്തേക്ക് ഇടമ്മേ. കുറച്ച് ചമ്മന്തി അകത്തേക്ക് കല്ലിലിട്ട് പെരട്ടി. അതാ ഫസ്റ്റ് പിടി കണ്ട. ഇതാണ് ഈ പേരക്കുട്ടികളൊക്കെ ഉണ്ടായ കുഴപ്പം. ഇതാണ് ആദ്യത്തെ പിടി എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് പോയി. അത് ഇന്ദ്രപ്പന് പോയി. രണ്ടാമത്തെ പിടി എടുത്ത് നിനക്ക് വേണ്ടേ? അപ്പൊ അമ്മ അരച്ച അമ്മിക്കല്ലിലെ ചമ്മന്തി കുട്ടി പൊട്ടത്തില്ല. ഇതിന് രണ്ട് രുചിയാണ്. ഒന്ന് അമ്മ തരുന്ന ആ ഒരു ഉരുള ചോറിന്റെ രുചി, പിന്നെ ചെമ്മീന്റെ എല്ലാം കൂടി രുചിയായിട്ട് കിടിലൻ ടേസ്റ്റ്. സൂപ്പറല്ലേ അമ്മ? സന്തക്കല്ലേ? ദുഗോനി. ദുഗോനായാലും സന്ധ്യയായാലും കാണുമ്പോ ഇത് പറയും. അച്ഛനും പറയും. അച്ഛനും ഭയങ്കര ഇഷ്ടാണ്. അച്ഛനും ഇവിടെ ഇല്ല ഗൈസ്. അച്ഛൻ അത് അമ്മ തിന്നോ? ഒരു പിടി തിന്നോ? അമ്മ കഴിച്ചിട്ടില്ലല്ലോ. അച്ഛനിവിടെ നമ്മുടെ വീടിന്റെ ബാക്കിൽ, ഈ വീടിന്റെ അപ്പുറത്തെ വീട്ടില് അജീന്റെ വീടുണ്ട്. അവിടെ കണ്ട ഒരു പച്ച കളർ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട ബാക്കിൽ ഒരു പച്ച കളർ കാണുന്നുണ്ട്. ആ വീട്ടില് പെയിന്റ് അടിക്കാൻ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് ചിലപ്പോൾ ചോറ് കഴിച്ചിട്ടാ വരുള്ളൂ അല്ലേ അമ്മേ? ഇത് എന്റെ ദൈവമേ. ഞാൻ എന്നാ പിന്നെ കണ്ട കല്ലങ്ങോട്ട് വൃത്തിയായി നമ്മുടെ ചെമ്മന്തിയുമായി നേരെ വീട്ടിലേക്ക്. എവിടെ നമുക്ക് കിട്ടിയില്ല, അല്ല ഇന്ദ്രപ്പം കൊണ്ടുപോയി. ചമ്മന്തി ഇവിടെ റെഡി. എനിക്ക് ഇവിടെ നല്ല അടിപൊളി അയല, നല്ല ഫ്രഷ് അയല അന്തേട്ടൻ കൊണ്ടുവന്നതും പൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ എന്ത് വേണം? എന്താ ഇത് നമ്മള് മറ്റേ എറണാകുളം പോയപ്പം ധനച്ചേച്ചിന്റെ വീട്ടിൽ പോയിട്ടില്ലേ? അതെ അതെ അതെ. അന്നേരം ധനച്ചേച്ചിന്റെ അമ്മ കൊടുത്തു വിട്ട നല്ല കടുമാങ്ങ തീർന്നു. ഞാൻ ഒരെണ്ണം തിന്ന് കാണിച്ചതാ. അയ്യോ, കൊതിപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ ഇന്ന് മൊത്തം. ഇന്ന് മൊത്തം കൊതിപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ എല്ലാവരും. ഇതണ്ട കടുമാങ്ങ. ഓ എന്റെ ദൈവമേ, ഇതവിടെ ചേച്ചി തന്നപ്പോഴേ ഇല്ലേ, അവിടെ അല്ല ഞാനില്ലേ ഇങ്ങനെ ഒരു ലേശം തിന്നു കഴിഞ്ഞപ്പോ എനിക്ക് ചേച്ചിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നി ഉണ്ടാവൂല, വേണ്ട ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സറിഞ്ഞിട്ടുണ്ട്. അമ്മയുണ്ട് പോവാൻ നേരത്ത് പാത്രത്തിൽ ഇതെടുത്തിട്ട് കൊണ്ടുതരുന്നു. നല്ല രസമുള്ളത്. വായിൽ വെള്ളം വരും. ഇത് വേണ്ട, നല്ല എരിവും പുളിയെല്ലായിട്ടേ. അപ്പൊ നീ ചോറെടുക്കും മകളെ.
കായത്തിന്റെ ഒക്കെ രസമുണ്ട്. നല്ല സുണ്ട്. നല്ല രസമുണ്ടായി. ഞാൻ കൂട്ടി. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. പറയില്ല എന്താ സൂപ്പർ. അയിലക്കറി വേണോ അപ്പേ? ഞങ്ങള് നല്ല അടിപൊളി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടി പോയാണ്. ഈ കഞ്ഞോളം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കഞ്ഞോളുണ്ട് കഴിച്ചരാ. കഞ്ഞോളം വെച്ച് അടിപൊളി അത് കഴിക്കാം. കഴിച്ചോട്ടെ, കഴിച്ചോക്കെ. നേരത്തെ കഴിച്ച് പറഞ്ഞോളാം. ഇതിന്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഇതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ എവിടെയും കിട്ടൂല അല്ലേ? നിങ്ങൾ വേഗം കഴിച്ചോ. ഇങ്ങനെ അങ്ങോട്ട് തളിച്ചിട്ട് ഒരു പിടി ചോറുണ്ണാല് പറയാനില്ല. കാണാം. അടിപൊളി. അടിപൊളി സംഭവം സൂപ്പർ. ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്നുണ്ട് കൊണ്ടാ. എന്തായില്ലേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം അറിയിക്കണം. ഞാൻ തുടങ്ങി വെച്ച വ്ളോഗ് എന്തുണ്ടെന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടാ. തീർച്ചയായിട്ടും ഞാൻ എടുത്ത ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യരുത്, ഫുള്ള് ഇടണം. ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഞങ്ങളെ വ്യൂവേഴ്സ് കണ്ടു. എന്നെ ഇഷ്ടമുള്ളവരുണ്ട് കുറെ ആൾക്കാർ. അവര് വന്നോട്ടെ, കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അതെയാ, എന്നെ കിട്ടിയിട്ടില്ല അപ്പൊ ഇത്രയും നേരം. അതെ, അടിപൊളി അടിപൊളി കണ്ട പറഞ്ഞേരം നോക്കുന്നുണ്ട്. അപ്പൊ എന്നെ ഇഷ്ടമുള്ളവര് കമന്റ് ഇടുക. ഞാൻ എടുത്ത വ്ളോഗ് നല്ലതാണെന്ന്. ഇഷ്ടമില്ലാത്തവർ കമന്റ് ഇട്ടോട്ടെ, കുഴപ്പമില്ല അല്ലേ? അപ്പൊ എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്താലോ? ഞാനും ചോറ് തിന്നട്ടെ. അമ്മ ചോറെടുത്താ? ഇതാ ചമ്മന്തി ഇതാ ഇവിടെ ഉള്ളത്, തിന്ന്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.